കുന്നുകൾക്കും സമൃദ്ധമായ പുൽമേടുകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഗ്രാമത്തിൽ 3 കരടികളുള്ള ഒരു കുടുംബം താമസിച്ചിരുന്നു. പപ്പ കരടി, അമ്മ കരടി, കുഞ്ഞു കരടി. അവർ വെറും കരടികളായിരുന്നില്ല. അവരുടെ ഊഷ്മള ഹൃദയത്തിനും സ്നേഹം പ്രസരിപ്പിക്കുന്ന ഒരു സുഖപ്രദമായ വീടിനും വളരെയേറെ അറിയപ്പെട്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ കരടികൾ കാട്ടിൽ നടക്കാൻ പോയി മടങ്ങിയെത്തിയപ്പോൾ അവരുടെ കോട്ടേജിൽ ഒരു അപ്രതീക്ഷിത സന്ദർശകനെ അവർ ശ്രദ്ധിച്ചു. സ്വർണ്ണമുടികളുള്ള, കൗതുകവും സാഹസികതയുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അത്. അവൾ അവരുടെ കഞ്ഞി രുചിച്ചു, അവരുടെ കസേരകൾ പരീക്ഷിച്ചു, അവരുടെ കിടക്കകളുടെ സുഖം പോലും പരീക്ഷിച്ചു. നടത്തം കഴിഞ്ഞ് മടങ്ങിയ കരടികൾ വീട്ടിൽ അപരിചിതനായ ഒരാളെ കണ്ട് ഞെട്ടി. പാപ്പ കരടി യുക്തിയുടെ ശബ്ദമായതിനാൽ തൊണ്ടയിടറി കർശനമായി പറഞ്ഞു, "യുവതി, ക്ഷമിക്കൂ, ഇത് ഞങ്ങളുടെ വീടാണ്. നിങ്ങൾ ഞങ്ങളുടെ അതിഥിയാണ്. എന്നാൽ സ്വയം സുഖകരമാകുന്നതിന് മുമ്പ് ഇത് ചോദിക്കേണ്ടത് പ്രധാനമാണ്." ആശ്ചര്യപ്പെടുകയും ക്ഷമാപണം നടത്തുകയും ചെയ്ത ഗോൾഡിലോക്സ് താൻ വെറുതെ പര്യവേക്ഷണം നടത്തുകയാണെന്നും ഒരു ദോഷവും ഉദ്ദേശിച്ചിട്ടില്ലെന്നും വിശദീകരിച്ചു. അവളുടെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ കരടികൾ ഈ അപ്രതീക്ഷിത കണ്ടുമുട്ടൽ തങ്ങളുടെ അറിവ് പങ്കിടാനുള്ള അവസരമാക്കി മാറ്റാൻ തീരുമാനിച്ചു. പപ്പ കരടി കണ്ണുകളിൽ സ്നേഹത്തോടെ ഒരാളുടെ വീട് സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. കാട്ടിനുള്ളിൽ അവർ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും അവരുടെ ഐക്യവും പരസ്പര സ്നേഹവും എങ്ങനെ അവരുടെ വീടിനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ള കഥകൾ അദ്ദേഹം പങ്കുവച്ചു. അമ്മ കരടി അവളുടെ പരിപോഷിക്കുന്ന മനോഭാവത്തോടെ പറഞ്ഞു, "നമ്മുടെ വീട് ഊഷ്മളതയുടെയും സ്വീകാര്യതയുടെയും വൈവിധ്യത്തിൻ്റെയും ഇടമാണ്. ഞങ്ങൾ കരടികളായിരിക്കാം, എന്നാൽ ഇവ നിറയുന്ന സ്നേഹത്തിൽ പങ്കുചേരാൻ വലുതും ചെറുതുമായ എല്ലാ ജീവജാലങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മതിലുകളില്ല." വിടർന്ന കണ്ണുകളും ജിജ്ഞാസയുമുള്ള ബേബി ബിയർ കൂട്ടിച്ചേർത്തു, "കഞ്ഞി പോലെ നമ്മൾ ഓരോരുത്തരും അദ്വിതീയവും നമ്മുടെ സ്വന്തം അഭിരുചിയും കൊണ്ട് വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്നത് നമ്മുടെ വീടിനെ സമ്പന്നവും കൂടുതൽ ആവേശകരവുമാക്കുന്നു." കരടികളുടെ ജ്ഞാനവും ഊഷ്മളതയും സ്പർശിച്ച ഗോൾഡിലോക്ക് അവളുടെ കടന്നുകയറ്റത്തിന് വീണ്ടും ക്ഷമ ചോദിക്കുകയും ഭാവിയിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കരടികൾ അവരുടെ അനുകമ്പയുള്ള സ്വഭാവത്തോട് സത്യസന്ധത പുലർത്തി. അവളോട് ക്ഷമിക്കുകയും ഭക്ഷണം കഴിക്കാൻ അവളെ ക്ഷണിക്കുകയും ചെയ്തു. അവരെല്ലാം മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പുതുതായി പാകം ചെയ്ത കഞ്ഞിയുടെ ഒരു കലം ആസ്വദിച്ചു. കരടികളും ഗോൾഡിലോക്സും കഥകളും അനുഭവങ്ങളും പങ്കിടുന്നതിൻ്റെ സന്തോഷം കണ്ടെത്തി. അവർ ഒരുമിച്ച് ചിരിച്ച് പരസ്പരം പഠിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും എല്ലാവർക്കും വിലമതിക്കുന്ന ഒരു ഇടം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കി. കരടികളും സ്വർണ്ണമുടിയുള്ള ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഈ അസാധാരണ സൗഹൃദത്തെക്കുറിച്ച് ഗ്രാമം താമസിയാതെ കേട്ടു. കരടി കുടുംബം വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിൻ്റെയും സ്വന്തം വീടിനെ സംരക്ഷിക്കുന്നതിൻ്റെയും പ്രതീകമായി മാറി. മറ്റുള്ളവരെ തുറന്ന ഹൃദയത്തോടെ സ്വാഗതം ചെയ്തു. ഈ മോഹിപ്പിക്കുന്ന കഥയുടെ ധാർമ്മികത വ്യക്തമാണ്. നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കുക, വൈവിധ്യത്തെ ഉൾക്കൊള്ളുക, ഐക്യത്തിൽ ശക്തി കണ്ടെത്തുക. വ്യത്യാസങ്ങൾ ആഘോഷിക്കുമ്പോൾ യോജിപ്പും സമ്പന്നവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും. If you love to watch this video, you can like, share and subscribe.